എനിക്കിത് കൂടുതലൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് തീരും. അതോട്ടെ ഞാൻ ഇത് തീരെ മീഡിയം ആക്കി വെച്ചു. ഇത് നമുക്കിതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് അച്ചാറും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ മാങ്ങ നുറുക്കി വെച്ചപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടാണ് ഞാൻ ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്, ചൂട് കൊടുക്കാൻ ഇട്ടാൽ. അപ്പോൾ ഈ മാങ്ങയിലുള്ള വെള്ളം ഞാൻ ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കണം. അതേപോലെ അല്ല, ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ മസാല കൂട്ടേണ്ട പ്രത്യേകമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കടു പൊട്ടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. പുളിക്ക് വേണ്ടി കുറച്ച് സുർക്ക. അപ്പം നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ട ഇതിൽക്കും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 രീതിയിലുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം കുറച്ചും കൂടി ഉപ്പിട്ടിട്ട്